ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിന് അസാധ്യമായി. ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിന് അസാധ്യമായി. കഷ്ടങ്ങളിലും പതറിടല്ലേ, നഷ്ടങ്ങളിലും തളർന്നിടല്ലേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, നഷ്ടങ്ങളിലും തളർന്നിടല്ലേ. ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിന് അസാധ്യമായി. വ്യാധികൾ നിറഞ്ഞിടുമ്പോൾ, ഭാരത്താൽ എൻ്റെ ഉള്ളം തകർന്നിടുമ്പോൾ. വ്യാധികൾ നിറഞ്ഞിടുമ്പോൾ, ഭാരത്താൽ എൻ്റെ ഉള്ളം തകർന്നിടുമ്പോൾ. ഭയമില്ല ലേശം, തുണയെനിക്കവനാണിഹത്തിലും പരത്തിലും എന്നും എന്നേക്കും. ഭയമില്ല ലേശം, തുണയെനിക്കവനാണിഹത്തിലും പരത്തിലും എന്നും എന്നേക്കും. ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിനു അസാധ്യമായി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം കാലേബിന്റെ ഹൃദയം, ദ ഹാർട്ട് ഓഫ് കാലേബ്. സംഖ്യാപുസ്തകം 14 അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 7-9 verses. These two men said to all the Israelites gathered there, "The land that we saw is very good. It's a land filled with many good things. If the Lord is pleased with us, He will lead us into that land, and He will give that land to us. So do not turn against the Lord. Do not be afraid of the people in that land. We can defeat them. They have no protection, nothing to keep them safe. But we have the Lord with us, so don't be afraid." ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുക്കുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. കർത്താവിനോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. കാലേബിന്റെ ഹൃദയം. ജീവിതത്തിൽ മറ്റുള്ളവരെ തളർത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന വാക്കുകൾ നാം പറയരുത്. ജീവിതത്തിലെ വൈഷമ്യങ്ങളിൽ ദൈവത്തോട് മറുതലിക്കുകയും അരുത്. ദൈവത്തിനെതിരെ പിറുപിറുക്കരുത്. ഇസ്രായേൽ മക്കളുടെ പരാജയത്തിന് അടിസ്ഥാന കാരണം അവർ ദൈവത്തിനെതിരെ മറുതലിച്ചു നിന്നു. ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം പുലർത്തിയ ദൈവത്തിന്റെ ദാസനായിരുന്നു കാലേബും യോശുവയും. കാനാൻ ദേശം ഒറ്റുനോക്കുന്നതിനായി മോശ ഇസ്രായേൽ ജനതയിൽ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ അയച്ചു. അവർ മടങ്ങി വന്നു. അവരിൽ 10 പേർ ദുർവർത്തമാനം പറഞ്ഞ് ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പുള്ളതും വലിപ്പവുമുള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ, അമലാഖ്യരെയും ഹിത്യരെയും യെബുസ്യരെയും അമോര്യരെയും കനാന്യരും
അവിടെ പാർക്കുന്നുവെന്നും അവരെ തോൽപ്പിച്ച് കാനാൻ സ്വന്തമാക്കുവാൻ പ്രയാസം എന്നും അറിയിച്ചു. എന്നാൽ ദൈവത്തിന്റെ ദാസനായ കാലേബ് അവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി നാം ധൈര്യമായി ചെന്ന് അത് കൈവശമാക്കുക എന്ന് പറഞ്ഞു. എന്തിനും ഏതിനും നെഗറ്റീവ് പറയാനായിട്ടാണ് ആൾക്കാർ കൂടുതൽ. തിന്മ കാണാനാണ് പലർക്കും ആഗ്രഹം. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് പോകുന്ന ഒത്തിരി ജനങ്ങളെ നമുക്ക് കാണാം. ഒരുപക്ഷെ അവർ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം, കൂട്ടായ്മയിലുണ്ടാകാം, നാം ആയിരിക്കുന്ന സൊസൈറ്റിയിൽ ഉണ്ടാകാം. എന്നാൽ കാലേബിനെ പോലെയും ജോഷുവയെ പോലെയും ഉള്ള ഒരു ഹൃദയം സഹോദര സഹോദരി നിനക്കുണ്ടോ? ഉണ്ടോ? ദൈവം ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചാൽ ആത്മാവിന്റെ ഒരു നിറവോടുകൂടിയായിരിക്കും കർത്താവ് അത് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ജീവിതത്തിൽ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഭീരുക്കളായിട്ടുള്ള വ്യക്തികളുടെ വായിൽ നിന്ന് കേട്ട ആ ദുർവർത്തമാനം കേട്ട് ജനങ്ങൾ ഭയപ്പെട്ടുപോയി. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. കാലേബിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ വ്യക്തമായി മനസ്സിലാകും. എത്രയും ധൈര്യവും പ്രത്യാശയും വിശ്വാസവും നിറഞ്ഞ വാക്കുകളാണ് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ കാലേബും ജോഷുവയും പറഞ്ഞത്. അവരുടെ വിശ്വാസ വാക്കുകൾ നിമിത്തം അവർ 2 പേർ മാത്രം വാഗ്ദത്ത നാടായ കാനാൻ സ്വന്തമാക്കി. ഹല്ലേലൂയ. കർത്താവ് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുന്നത് അക്കരെ പോകാനാണ്. അല്ലാതെ പേടിച്ച് വരണ്ട് ഇക്കരെ കിടന്ന് മനുഷ്യഭയമാണ് കെണിയിൽ കിടക്കാനല്ല. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ഹല്ലേലൂയ അക്കരെ ദേശം കാണാനാണ്, അക്കരെ പോകാനാണ്. അതിന് ഭീരുക്കൾക്ക് സാധ്യമല്ല. സ്വർഗരാജ്യം ഭീരുക്കൾക്ക് ഉള്ളതല്ല, ധൈര്യശാലികൾക്കുള്ളതാണ്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. വാഗ്ദത്ത നാടായ കാനാൻ സ്വന്തമാക്കിയത് ജോഷുവയും കാലേബുമാണ്. കർത്താവിനോട് മറുതലിച്ചവർ മരുഭൂമിയിൽ പെട്ടുപോയി. കാലേബിനെ കുറിച്ച് കർത്താവിന്റെ സാക്ഷ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സംഖ്യാപുസ്തകം 14 അധ്യായം 24 വാക്യത്തിൽ കർത്താവ് കാലേബിനെ കുറിച്ചുള്ള സാക്ഷ്യം വ്യക്തമായി അവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടു അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് വരുന്നത് ഭീരുക്കളുടെ മേലല്ല, ധൈര്യശാലികളുടെ മേലാണ്. ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് വിളിച്ചു വേർതിരിച്ചു. ഒരുപക്ഷെ നീ വലിയ കുടുംബക്കാരനായിരിക്കാം. നിന്റെ കുടുംബത്തിൽ ഒത്തിരി പേരെടുത്തവരും പേരെടുത്തുകൊണ്ടിരിക്കുന്നവരും വലിയ ഉന്നത പദവിയിലുള്ള ആൾക്കാരും ആയിരിക്കാം. പക്ഷെ നിനക്ക് അത്രയും പേരും പദവിയും ഉന്നത സ്ഥാനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയുമാണ് കർത്താവ് ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്ന ഈ തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കിക്കൊണ്ട് മനുഷ്യന്റെ മുഖത്ത് നോക്കി നിത്യത നഷ്ടപ്പെടുത്തരുത്. ഈ കുടുംബക്കാരും നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നീ മരിച്ചാൽ ഈ കുടുംബക്കാര് നിന്നെ അടക്കുന്ന ശവക്കല്ലറ വരെ വരുവുള്ളൂ. വന്നിട്ട് ഇത്തിരി പൂവോ മണ്ണോ ഇട്ടിട്ട് ചായറ്റായും പറഞ്ഞ് തിരിച്ചു പോവും. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ സഹോദര സഹോദരി നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് നിന്റെ ശവക്കല്ലറയ്ക്ക് അപ്പുറം വരാനും നിത്യതയിലേക്ക് കൈപിടിച്ചുയർത്താനും കഴിവുള്ള ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് കാലേബിനെ കുറിച്ചുള്ള കർത്താവിന്റെ ആ ഒരു വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കാലേബിന്റെ ഗുണങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് തുടർന്ന് വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കാലേബിന്റെ പോലെ ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കാലേബിന്റെ പോലുള്ള അഭിഷേകം ഓരോ മക്കളുടെ മേൽ പകരണമേ. എന്റെ കർത്താവിന്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഭീരുത്വത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. കൂട്ടായ്മകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഭീരുത്വത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ നിറയപ്പെടട്ടെ. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ സാന്നിധ്യം കൂടെ വരട്ടെ. ഹല്ലേലൂയ. അപ്പാ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചും മാനിച്ച് സ്നേഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു.
ഹല്ലേലൂയ. അവർ പോകുന്നിടത്തേക്കും തിരുസാന്നിധ്യം കൂടെ പോയി കുഞ്ഞുങ്ങളുടെ ഭയത്തിൽ നിന്ന് അവരെ വിടിപ്പിച്ച് ധൈര്യത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. സ്വർഗീയ നന്മകൾക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ശത്രുവെ തകർക്കാൻ ശക്തി നൽകിയിടും, വചനമയച്ചെന്നെ വിടുവിച്ചിടും. ശത്രുവെ തകർക്കാൻ ശക്തി നൽകിയിടും, വചനമയച്ചെന്നെ വിടുവിച്ചിടും. എരിഹോ മതിലുകൾ സ്തുതിയുടെ നടുവിൽ തകർന്നിടും, പുതുവഴി തുറക്കും അവൻ. എരിഹോ മതിലുകൾ സ്തുതിയുടെ നടുവിൽ തകർന്നിടും, പുതുവഴി തുറക്കും അവൻ. ഒന്നുമില്ല ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിന് അസാധ്യമായി. കഷ്ടങ്ങളിലും പതറിടല്ലേ, നഷ്ടങ്ങളിലും തളർന്നിടല്ലേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, നഷ്ടങ്ങളിലും തളർന്നിടല്ലേ. ഒന്നുമില്ല ഒന്നുമില്ല അസാധ്യമായി, ഉന്നതനാം യേശുവിന് അസാധ്യമായി.